അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ലൈന് തന്നിട്ടുണ്ട്, ആ ലൈനിന്റെ രണ്ട് എൻഡ് പോയിന്റുകൾ തന്നിട്ടുണ്ട്. ആ ലൈന് നേരെ നോക്കിയിരുന്നോളൂ, 3 ഈക്വൽ പാർട്ട് ആക്കുകയാണ്. സോ ഇതാണ് ലൈന്, ഇതിപ്പോ ഒരു ലൈനാണെന്ന് വിചാരിച്ചോ. ഈ ലൈനിന്റെ ഒരു എൻഡില് ഫോർ എക്സാമ്പിൾ A16 തന്നിട്ടുണ്ട്, മറ്റേ എൻഡില് B52 തന്നിട്ടുണ്ട്. ഇതിനെ 3 ഈക്വൽ പാർട്ട് ആക്കി ഞാനിവിടെ P കൊടുത്തു, ഇവിടെ Q കൊടുത്തു. യെസ്, സോ നമുക്കറിയാം ഇത് 1 ആയിരിക്കും. ഈ P മുതൽ Q വരെയും 1 ആയിരിക്കും, Q മുതൽ B വരെയും 1 ആയിരിക്കും. നമുക്ക് ഈ P കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഇതാണ്. A16 ഉണ്ട് അല്ലേ? P എന്ന് പറയുന്നത് എത്രയാണ്? 5 ഉണ്ട്. P എന്ന് പറയുന്നതിന്റെ റേഷ്യോ എത്രയാണ്? AP/PB. കണ്ടോ, AP വരെ 1 അല്ലേ? AP വരെ 1, AP വരെ 1, PB വരെ എത്ര ഉണ്ട്? 2. സോ ഇത് 1:2 ആണ്. സെക്ഷൻ ഫോർമുല വെച്ചാൽ ഈസി ആയിട്ട് ആൻസർ കിട്ടും. എത്ര കിട്ടുന്നത് ആൻസർ? mx2 + nx1 / m + n, my2 + my1 / m + n വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ P കിട്ടും. അത് അറിയാത്തവര് മുമ്പത്തെ ക്ലാസ്സിൽ എടുത്തിരുന്നു. ഏത്? സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവും. ആൻസർ ഇതാ കിട്ടുക, 7/3. എത്രയാണ്? 14/3 അല്ലെ? അടുത്തത് ഇതേപോലെ ക്യൂവും കാണാം. ക്യൂവും കാണാനും നിങ്ങൾക്ക് അറിയാം. A എത്രയാണ്? 16. B എത്രയാണ്? 52. ഇവിടെ Q എന്ന് പറഞ്ഞ പോയിന്റ് ആണ് കാണേണ്ടത്. സോ അതിന്റെ റേഷ്യോ ആണ് എഴുതേണ്ടത്. AQ/QB ആണ് എഴുതേണ്ടത്. AQ വരെ എത്ര ഉണ്ട്? 1 + 1 എത്ര ഉണ്ട്? 2. മറ്റേത് 1 ഉണ്ട്. സോ Q എത്ര കിട്ടുന്നത് ഒന്ന് പറഞ്ഞ എത്ര കിട്ടുക? സെക്ഷൻ ഫോർമുല വെച്ചാൽ കിട്ടും. എത്ര കിട്ടുക? 11/3, 10/3 ആയിരിക്കും കിട്ടുക. വലിയ പണിയൊന്നുമില്ല, വേഗം ചെയ്തു.